ഓഹോ ഓ എന്നാ പറയാന സ്ഥലമേ. ആഹാ രണ്ടുപേരും ഉണ്ടെന്നേ. ആ ജോലിക്കാര്. ആ ഇച്ചായൻ ഇന്നലെ വിളിച്ചിരുന്നു. പറ്റിയ ക്രിസ്മസിന് നാട്ടിൽ വരുമെന്നാ പറയുന്നത്. അവളില്ലേ ഇവിടെ? അവളെ ഇറക്കി വിട്. നിങ്ങളാരെ നിങ്ങൾ അന്വേഷിക്കുന്നേ? ഞാൻ ആരാന്നൊക്കെ പിന്നീട് അന്വേഷിക്കാം. ആദ്യം ഞാൻ പറയുന്ന അനുസരിക്കുവണ്ണേ. മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ദേഷ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ല, എനിക്ക് കാണേണ്ടത് അവളെയാ. അവളെങ്ങ് വിളിക്ക്. ആരെ കാണാനാണെങ്കിലും ഇവിടെ വന്നിങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ പോണം. പോകാനല്ല ഞാൻ വന്നത്, അവളെ കാണാൻ എനിക്ക് ആരുടെ അനുവാദവും വേണ്ട. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. മിസ്റ്റർ, ഞാൻ ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിച്ചത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാ പാവെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ജാനറ്റ്. അവളെ കാണാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു. ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇരിക്ക്, ഞാൻ ജാനറ്റിനെ വിളിക്കാം. ഓ ആ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇന്ന് രണ്ടിലും തീരുമാനിക്കും. ഒരു മാറ്റമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ റോണി? ഇന്നലെ ഞാൻ നിന്നോട് സംസാരിച്ചപ്പോ നീ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇന്നിനി എന്ത് പറഞ്ഞാ നീ എന്നെ വിശ്വസിപ്പിക്കാൻ പോകുന്നേ? എടി, താരയുടെ കയ്യിലെ കാശിന്റെ കണക്കറിഞ്ഞപ്പോ നിനക്കങ്ങ് ആർത്തി മൂത്തു ഇല്ലേ? ആരടി സൗമ്യ? അങ്ങനെ ഒരാളുണ്ടോ? അതോ കള്ളപ്പേരിൽ നീ തന്നെയാണോ ചെക്കുമാരെ എടുത്തത്? റോണിക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ പിച്ചും പേയും പറയാൻ ഇങ്ങോട്ട് വന്നെന്തിനാ? ഇനിയും എന്നെ മണ്ടനാക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊന്നുകളെ ഞാൻ. താരെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? പറയടി. ഞാൻ ആരെ എവിടെ ഒളിപ്പിച്ചിട്ടില്ലെന്ന് ഇന്നലെ മുതൽക്ക് പറയുന്നല്ലേ? നീ സത്യം പറയുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമെന്ന് ഞാനും നോക്കട്ടെ. ഇന്നത്തോടെ ഇവിടുത്തെ താമസം നിർത്തിയിട്ട് നീ എന്റെ കൂടെ പോരണം. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. നീ ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാനാ പറയുന്നത്. തീരുമാനം എന്റെ, നീ അനുസരിച്ചാൽ മാത്രം മതി. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം റോണിയോട് പറഞ്ഞതാണല്ലോ. റോണി അത് സമ്മതിക്കുകയും ചെയ്തു. അന്ന് ഞാൻ കരുതിയത് നിനക്ക് കുറച്ച് നേരും നിറയെ കൊണ്ടെന്നാ. ഞാൻ റോണിയോട് സത്യത്തിന് നിരക്കാത്തതായി ഒന്നും കാണിച്ചിട്ടില്ല. റോണിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. നീ കൂടുതൽ വാചകം അടിക്കണ്ട. വന്ന് വണ്ടി കയറ്. വാടിങ്ങോട്ട്. നീ ഇപ്പൊ ഈ കാണിക്കുന്നത് കൊള്ളരാകുകയാ. എന്റെ കൂട്ടത്തിൽ നിന്നിട്ട് എന്നെ ചതിക്കുന്നു. ഞാൻ റോണിയെ ചതിക്കില്ല. എന്നെ സഹായിച്ചിട്ടുള്ളതും രക്ഷിച്ചിട്ടുള്ളതും ഒന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലല്ല. നീ എന്നെ അങ്ങനെ സുഖിപ്പിച്ച് പറഞ്ഞു വിടാമെന്നും കരുതണ്ട. എനിക്കറിയേണ്ടത് താര എവിടെയെന്ന. അവളെ കുറിച്ച് നീ എനിക്ക് വിവരം തന്നേ പറ്റൂ. അവളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് റിലീസ് ആയിട്ടുണ്ട്. അതിന് പിന്നിൽ നീയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിന്റെ ഈ നാടകങ്ങളി വേണ്ട. അവള് നിനക്ക് ഓഫർ ചെയ്ത് 10 ലക്ഷമായിരിക്കും. അത് നിനക്ക് വലിയ തുകയായിട്ട് തോന്നി. എന്റെ സ്നേഹത്തിനെക്കാളും ഇഷ്ടത്തിനെക്കാളും നീ പണത്തിനെ പ്രധാനമായിട്ട് കണ്ടു. വേറെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ ഞാൻ റോണിയെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. റോണിയെ അന്നും ഇന്നും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല.